ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ 2 ദിവസമായിട്ട് കത്തൂസ് പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണം എന്ന്. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചു. എവിടുന്ന് കഴിക്കാനാണോ? 1-2 പീസ് കഴിച്ചു, ബാക്കി ഞാൻ തിന്നതല്ല. അവൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും കുറച്ച് കഴിച്ചു. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി സ്മാർട്ടിൽ വരെ പോകണമായിരുന്നു. അങ്ങനെ സ്മാർട്ടിൽ പോയി. അങ്ങനെ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ച് അവളാണെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇങ്ങ് തിരിഞ്ഞോടും. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് സാധനം എടുക്കാനും പറ്റുന്നില്ല. ഇവളെ നോക്കണം, സാധനം വാങ്ങിക്കണം, എവിടെ നിന്നാ. അവസാനം പിന്നെ ഞാൻ ഈ ട്രോളിക്കകത്ത് കയറ്റിയിരുത്തി. ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്ക് സാധനവും എടുക്കാം, അവളെയും നോക്കാം. എന്നിട്ടോ അതിനകത്തിരുന്ന് പണിയായിരുന്നു. അമ്മ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ, എന്നിട്ട് അവൾക്ക് അവൾ പറഞ്ഞ സാധനങ്ങൾ എടുത്ത് കൊടുക്കണം. അങ്ങനെ കുറേ കുരുത്തക്കേടുകൾ. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം വാങ്ങിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും മുകളിൽ പോകണം എന്ന്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ എനിക്ക് കിട്ടി പണി. അവിടെ ഗെയിംസിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ. കിഡ്സിൻ്റെ കുറേ ഗെയിംസുകളുള്ളൊരു ഏരിയ ആയിരുന്നു. അതിനകത്ത് കണ്ടപ്പോഴേ എന്നെ ഇട്ടിട്ടൊരു ഒറ്റ ഓട്ടം. അവിടെ ചെന്ന് എല്ലാത്തിനകത്തും കയറി ഇരിക്കുകയും പിടിച്ച് നോക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, കാത്തു ഇപ്പം നമുക്ക് വേണ്ട, ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്യാൻ വന്നതല്ല, സാധനം വാങ്ങിക്കാൻ വന്നേ, വന്നിട്ട് പോകാമെന്ന്. എവിടെ നിന്ന്? അമ്മ അതിലൊന്ന് കയറട്ടെ, അമ്മ ഇതിലൊന്ന് കയറട്ടെ എന്ന്. അങ്ങനെ പിന്നെ എല്ലാത്തിലൊന്ന് കയറി എല്ലാം ഒന്ന് ടച്ച് ചെയ്തു നോക്കി. ഈ ഗെയിംസൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരിക. അമ്മ ഇങ്ങനെ ഇത് കളിക്കണം കേട്ടോ, അത് അങ്ങനെ കളിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കയറാം എല്ലാത്തിനകത്തും എന്ന് പറഞ്ഞു. എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വരത്തില്ലല്ലോ, അവർക്ക് ഇതൊക്കെയാണല്ലോ ഒരു രസം. ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് സമയമുണ്ടല്ലോ അത് സ്കൂൾ തുറക്കാൻ, നമുക്കിവിടെ വരാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പോകാൻ നേരത്ത് വീണ്ടും എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണെങ്കിൽ ഇറങ്ങാൻ പേടി, അതുപോലെ കയറാനും പേടിയായിരുന്നു. ആ ബൈക്കിങ്ങനെ ചരിയുമ്പം അയാൾ പേടിച്ചു, അയാൾ വീഴുമോ എന്ന്. എനിക്ക് കാത്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്സ്റ്റ് ടൈം ഒന്ന് വരണം ഇവിടെ അവളുമായിട്ട്. അല്ല, വെക്കേഷൻ തീർന്നതിന് മുമ്പ് കാത്തൂസ് എന്നെ എന്തായാലും ഇവിടെ കൊണ്ടുവരും, അത് ഉറപ്പാണ്. പിന്നെ കാത്തോസിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ വൈകുന്നേരമായി വന്നപ്പോൾ, അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് വേണ്ടത് പൊറോട്ടയാണല്ലോ എപ്പോഴും. അങ്ങനെ അവൾക്ക് പൊറോട്ടയും പറഞ്ഞ് ഞാൻ 2 അപ്പവും വാങ്ങിച്ചു. ഇതെല്ലാം കഴിച്ചു. ഇത്രയുള്ള ഗായ്.